അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ബാഹുൽ രമേശ് എഴുതിയിട്ടുള്ള ഒരു മലയാളം സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2 എത്തിയിട്ടുണ്ട്. ഒരു 6 എപ്പിസോഡുകളുള്ള ഒരു സീരീസ് ആണ്. നമുക്കറിയാം ആദ്യത്തെ പാർട്ടിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് രണ്ടാം സീസൺ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം 6 എപ്പിസോഡുകൾ ഒറ്റയിരിപ്പിന് കാണാൻ പറ്റിയ ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഈ കേരള ക്രൈം ഫയൽസ് സീസൺ 2. അപ്പം ഇതിന് കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു CPO അമ്പിളി രാജു എന്നുള്ളൊരു ക്യാരക്ടറിന്റെ തിരോധാനം അന്വേഷിച്ചാണ് ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ. ഇന്ദ്രൻ ചേട്ടനാണ് ആ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി ഗംഭീരമായിട്ട് ആ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും വീണ്ടും ഇന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. ഒപ്പം അയ്യപ്പൻ എന്ന കഥാപാത്രമായ ഹരിശ്രീ അശോകനാണ്. ഇവർ രണ്ടുപേരുടെയും വേറിട്ട ഒരു മുഖം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പണ്ട് ഇവർ ഒരുമിച്ച് കുറേ തമാശ സിനിമകളും അതിലൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. അങ്ങനെ ആ തിരോധാനം അന്വേഷിച്ച് തുടങ്ങി പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കുറേ അധികം രഹസ്യങ്ങൾ ചുരുളഴിയുന്ന ഒരു നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് കേരള ക്രൈം ഫയൽ സീസൺ 2. ഇതിൽ എടുത്തു പറയേണ്ട ഇവന്റെ പെർഫോമൻസിന് പുറമെ അഭിനയിച്ച ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാഹുൽ രമേശാണ് കിഷ്കിന്ത കാണ്ഡം എഴുതിയിട്ടുള്ള പുള്ളിയാണ് ഇതിന്റെ റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ ഒറ്റ ഇരിപ്പിന് തന്നെ 6 എപ്പിസോഡുകളും കാണാൻ സാധിക്കുന്ന ഒരു നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ് ഇത്. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ആദ്യത്തെ ഭാഗത്തേക്കാളും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റി നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും. എനിക്ക് ആകെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണെന്ന് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അതുവരെ ഭയങ്കര ഒരു രീതിയിലും ഇതാകാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണെന്നുള്ള ആ ആകാംക്ഷയിൽ പോയി അവസാനം വില്ലനെ റിവീൽ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റിവീലിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. അന്നേരം ഒരു ഡൗൺ ഉണ്ട് ഈ ഒരു സീരീസിന്. ടോട്ടലി നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്ലൈമാക്സും അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല. നല്ലൊരു തുടക്കവും ഈ ത്രൂ ഔട്ട് പോകുന്ന ഈ സീരീസിലോട്ട് കുറച്ചുകൂടെ ഒരു നല്ലൊരു ക്ലൈമാക്സ് എഴുതണമായിരുന്നു എന്ന് തോന്നി. ഇതിന് കുറച്ചുകൂടെ നല്ല ക്ലൈമാക്സ് ഡിസർവ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതുവരെ നന്നായി പോയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഡൗൺ ആക്കുന്ന തരത്തിലുള്ളൊരു ക്ലൈമാക്സ് പോർഷനായിട്ടാണ് എനിക്ക് ലാസ്റ്റ് എപ്പിസോഡ് തോന്നിയത്. സോ നിങ്ങൾ കാണുക, ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് ക്രൈം ഫയൽസ് സീസൺ 2. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.